പാവറട്ടിയിലെ ഈ ദേവാലയത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയും ചെയ്തതോടെ അന്ന് പൊതുവെ സ്വീകാര്യമായിരുന്ന പോർച്ചുഗീസ് മാതൃകയിൽ ഒരു ഹാളോടുകൂടിയ ദേവാലയമാണ് ഇവിടെ പിന്നീട് നിർമ്മിക്കാൻ തുടങ്ങിയത്. ആദരണീയനായ ചിറയത്ത് ദേവസി കത്തനാരുടെ നേതൃത്വത്തിൽ തച്ചുശാസ്ത്രത്തിൽ ഏറെ വിദഗ്ധരും പ്രശസ്തരുമായ മുഴുക്കൂട്ടത്തെ തച്ചന്മാരെയാണ് ദേവാലയ നിർമ്മിതിക്ക് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ 1877 തുടങ്ങിയ ദേവാലയ നിർമ്മാണം 3 വർഷത്തെ ശ്രമഫലമായി 1880 പൂർത്തീകരിക്കപ്പെട്ടു. തീർത്ഥാടക പ്രവാഹത്തെ തുടർന്ന് 1880 ഒരു ഹാൾ മാത്രമുണ്ടായിരുന്ന ദേവാലയത്തിൽ പിന്നീട് 1934 1961 2 ഹാളുകൾ കൂടി പണിത് 900 കുടുംബങ്ങളുടെ ആരാധനയ്ക്ക് പൊതു ഇടം ഒരുക്കിയെങ്കിലും ഓരോ വർഷം കഴിയും തോറും യൗസേപ്പിതാവിന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്ന വിശ്വാസികളുടെയും ഇടവകയിലെ കുടുംബങ്ങളുടെയും ക്രമാതീതമായ വർധനവിനെ തുടർന്ന് ദേവാലയം ശതാബ്ദിയോട് അടുത്ത 70കളിൽ പുതിയ ദേവാലയം നിർമ്മിക്കാൻ ധാരണയായി. പള്ളിയൊരു പുണ്യതീരം, 10,000ങ്ങളുടെ പുണ്യതീരം. വിളിച്ചാൽ വിളി കേൾക്കും യൗസേപ്പിതാവ്, വാണരുളിയിടുന്ന പുണ്യതീരം. പാവറട്ടി പള്ളിയൊരു